കണ്ടില്ലേ, ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ വാഴപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ ഒപ്പമുള്ളത് ഒരു സൂപ്പർ മിടുക്കൻ ഒരു കൊച്ചുകുട്ടിയാണ്. നല്ല അടിപൊളിയായിട്ട് വയലിൻ വായിക്കുന്ന കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇവൻ്റെ പേര് ഹരികൃഷ്ണൻ എം ഭക്തൻ എന്നാണ്. ആദ്യം തന്നെ മോനെ നമസ്കാരം. എങ്ങനെയാ, ഇഷ്ടമാണോ ഇതൊക്കെ വായിക്കാൻ? നമുക്കെന്നാ ആദ്യം ഒരു പാട്ടിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ഏത് പാട്ടാ ആദ്യം വായിക്കുന്നേ? ഓക്കെ, വായിച്ചേ. അടിപൊളി അടിപൊളി. ഒരെണ്ണം കൂടെ വേണം. ഏതാ പാടുന്നേ? ആയിക്കോട്ടെ. അടിപൊളി, നന്നായിട്ടുണ്ട്. അപ്പോൾ മോൻ എത്ര വർഷമായിട്ടാ ഇത് പഠിക്കുന്നത്? 7 വയസ്സ് തൊട്ട് പഠിക്കാം. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 11 വയസ്സുണ്ടല്ലേ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഇവിടെ തന്നെയാ. ആരാ ഇത് പഠിക്കണമെന്ന് പറഞ്ഞത്? മോന് തന്നെ ഇഷ്ടം തോന്നിയിട്ടാണോ? ആണോ? ആരാ ഗുരു? അച്ഛനാണോ പഠിപ്പിച്ചത്? അച്ഛന്റെ പേരെന്താ? തൃക്കൊടുത്താനം ശ്രീരാജ് സാറിന്റെ അടുത്താണ് ഇപ്പൊ പഠിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ മോൻ പരിപാടികൾക്കൊക്കെ പോവാറുണ്ടോ? പോവാറുണ്ട്. എവിടേക്ക് ഇതിനോടകം പോയിട്ടുണ്ട്? കുറെ സ്ഥലത്ത് പോയിട്ടുണ്ട്. കച്ചേരിക്കൊക്കെയാണോ കൂടുതൽ പോകുന്നത്? കച്ചേരികൾക്കാണോ പോകുന്നത്? ഒന്ന് ഉറക്കെ പറഞ്ഞേ കേക്കട്ടെ. പറ. കച്ചേരിക്കാണ് പോകുന്നത്. അപ്പൊ അച്ഛന്റെ കൂടെയൊക്കെയാണോ പോകുന്നത്? അച്ഛന്റെ കൂടെ പോകും. അച്ഛന്റെ കൂടെ പോകുമ്പോ അച്ഛൻ സ്ട്രിക്റ്റ് ആണോ? അച്ഛൻ സ്ട്രിക്റ്റ് ആണോ? അല്ല. മോന്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് അച്ഛനുണ്ട്. അമ്മ എങ്ങനെയുണ്ട്? അമ്മയും അച്ഛനും ആണോ കുഞ്ഞിന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്? ആണ്. ഇപ്പൊ ഭയങ്കര സന്തോഷമാണോ കുഞ്ഞിങ്ങനെ വയലിനൊക്കെ വായിക്കുമ്പോ അച്ഛനും അമ്മയ്ക്കും ഒക്കെ? അപ്പൊ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്ര അടിപൊളിയായിട്ട് വയലിനൊക്കെ വായിക്കും. ആരെ പോലെ ആവാനാ മോന് ഇഷ്ടം?
ലാൽഗുഡി ജയറാം സാറിനെ പോലെ. അതാണോ മോന്റെ റോൾ മോഡൽ എന്ന് പറയുന്നത്? അദ്ദേഹത്തിന്റെ വയലിൻ വായിക്കുന്നൊക്കെ കേൾക്കാറൊക്കെ ഉണ്ടോ, കാണാറൊക്കെ ഉണ്ടോ? വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? ഒത്തിരി ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ. അപ്പൊ കീർത്തനങ്ങളൊക്കെ പാടാറുണ്ടോ? എന്നാ എനിക്ക് വേണ്ടി കണി കാണും നേരം ഒന്ന് പാടിത്തരുമോ? ഓക്കെ, ഒന്ന് പാടാം. കൊള്ളാം. ഇനി നമുക്ക് അച്ഛൻ ഇവിടെ ഉണ്ടോ? അച്ഛനൊന്ന് വിളിച്ചാലോ? അപ്പം അടിപൊളിയായിട്ട് കുഞ്ഞ് വയലിൻ വായിക്കുന്നുണ്ട്. അപ്പൊ ചെറുപ്പം തൊട്ടേ ഇങ്ങനെയാണോ? അതെ, 7-7.5 വയസ്സ് മുതലേ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ വീട്ടില് ഞാൻ സംഗീത അധ്യാപകനാണ്. അപ്പോൾ വീട്ടിൽ കുറെ കുട്ടികൾ വരും, അതിന്റെ കൂട്ടത്തിൽ അവന് വയലിന് വായിച്ചു തുടങ്ങി. അച്ഛൻ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരു ടേസ്റ്റ് അതിനോട് കുഞ്ഞിനും ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അത് എന്നെക്കാട്ടി വലിയൊരു കലാകാരനാക്കണമെന്നാണ് എൻ്റെ വലിയ ആഗ്രഹം. എല്ലാ മാതാപിതാക്കൾക്കും അങ്ങനെ ആയിരിക്കും അല്ലേ? അതെ. അപ്പോ നിങ്ങൾ രണ്ടുപേരും ഒരു സ്കൂളിലാണോ? ഞാൻ മോൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ 12 വർഷമായിട്ട് അധ്യാപകനാണ്, സംഗീത അധ്യാപകൻ. അതല്ലാതെ നമുക്ക് എത്രത്തോളം സ്റ്റുഡൻസ് ഇതിനോടകം സാർ പഠിപ്പിച്ചിട്ടുണ്ട്? ഞാനൊരു 150 സ്റ്റുഡൻസിനോളം പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും തുടർന്ന് പോകുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. അപ്പൊ മകനെ എങ്ങനെയാ കച്ചേരിക്കൊക്കെ കൊണ്ടുപോകാറുണ്ടോ? ഉണ്ട്, എൻ്റെ പ്രോഗ്രാംസിനൊക്കെ വരാറായിട്ടുണ്ട്. മറ്റുള്ളവരുടെ ആയിട്ടില്ല, പഠിച്ചു വരുന്നേ ഉള്ളൂ. എന്റെ കുട്ടികളുടെ പരിപാടിക്കും എന്റെ പരിപാടിക്കും കൊണ്ടുപോകാറുണ്ട്. സാധാരണ ഈ ഒരു പ്രായത്തിലുള്ള പിള്ളേര് കച്ചേരിക്കൊക്കെ വന്നിങ്ങനെ വായിക്കാറുണ്ടോ? ഇല്ല. അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ് എൻ്റെ മകൻ. അത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വാദ്യം അങ്ങനെ എല്ലാവർക്കും വഴങ്ങുന്നതല്ല. അങ്ങനെ വയലിന് അത്രയും ഇതായിട്ട് അവൻ അതുപോലെ ആത്മാർത്ഥമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതൽ അവന് കിട്ടിയ ഭാഗ്യം. അപ്പൊ ഈ പ്രാക്ടീസ് സമയമൊക്കെ എങ്ങനെയാ? പ്രാക്ടീസ് സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് വിളിച്ചുണർത്തും ഞാൻ. എന്നിട്ട് 7:30 വരെ 1.5 മണിക്കൂർ രാവിലെ പ്രാക്ടീസ് ചെയ്യിക്കും. സ്കൂളിലൊക്കെ പോകുന്നതിന് മുമ്പ് 1.5 മണിക്കൂർ പ്രാക്ടീസ് കഴിഞ്ഞിട്ടാ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നതിന് ശേഷം 6:30 മുതൽ 7:30 വരെ. അപ്പൊ ഒരു ദിവസം 3 മണിക്കൂർ 2.5-3 മണിക്കൂർ 2.5 മണിക്കൂർ കുറഞ്ഞത് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ കഴിഞ്ഞ 4 വർഷമായിട്ട് ചെയ്തിട്ടാണ് വായിക്കുന്നത്. അപ്പൊ ഈ കച്ചേരിക്കൊക്കെ കൊണ്ടുപോകുമ്പോ നമുക്കൊരു അഭിമാനമായിരിക്കും. പിന്നെ വലിയ അഭിമാനമല്ലേ? അതല്ലേ പറഞ്ഞ എൻ്റെ മോൻ ഇത്രയും വയലിൻ വായിക്കുന്ന വലിയ അഭിമാനം തന്നെയാണ്. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ സ്റ്റുഡൻസിന് വേണ്ടി വായിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന അഭിമാനം പറഞ്ഞാൽ അറിയിക്കാൻ പറ്റും. ഏത് പാട്ടാ പാടുന്നത്? ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണത്. അപ്പൊ വായിച്ചു. നല്ല സൂപ്പറായിട്ടാണ് മോൻ വായിക്കുന്നത്. എനിക്കിത് നിർത്താൻ പറയാനൊന്നും തോന്നുന്നില്ല, എങ്കിലും നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്. എന്നാലും ഒരു പാട്ടുകൂടെ, ഒരെണ്ണം കൂടെ. ഏതാ പാടുന്നേ? ഓക്കെ.
അടിപൊളി. എത്ര ഭംഗിയായിട്ടാണ് മോനിത് വായിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഠിനാധ്വാനം ഉണ്ടെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പോൾ മോൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകാൻ ചേച്ചിയും പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പം കോട്ടയം ചങ്ങനാശ്ശേരി വാഴപ്പള്ളിയിൽ നിന്നും വിവേക് ജി വിനോദിനൊപ്പം പൗർണമി പവിത്രൻ, ഫോക്കസ് ന്യൂസ്.